ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 7ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാതിരുന്ന ആ 2 പോയത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രോസ് ലെസൺസ് ഏകദേശം അവസാനത്തെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഒഴികെ ബാക്കിയുള്ള പ്രോസ് ലെസൺസിനെ കുറിച്ച് വിശദമായ ക്ലാസ്സുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ 2 പോയമാണ്. ഒന്ന് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ബൈ വില്യം വേർഡ്സ്വർത്ത്, രണ്ടാമത്തത് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ബൈ W.B. യെറ്റ്സ്. ഈ 2 പോയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സ്, അതായത് 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട പോയംസിനെ കുറിച്ചാണ്. ഇന്നത്തെ 7ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ. അപ്പോൾ 2 പ്രധാനപ്പെട്ട പോയംസ്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതുപോലെ തന്നെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഈ 2 പോയത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾക്കറിയാം, പോയത്തിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് പോയത്തിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ഒന്ന്, ആ പോയത്തിലെ വരികൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ കുറച്ച് വരികൾ തന്നിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ. ഈ 2 പോയമാണ് നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ളത്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതുപോലെ തന്നെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഈ 2 പോയം മാത്രമേ നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 പോയം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഈ പോയത്തിലെ ഓരോ വരികളുടെയും അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ ഈ 2 പോയത്തിൻ്റെയും അപ്രീസിയേഷൻ, നല്ല ഒരു അപ്രീസിയേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. കാരണം SLC പരീക്ഷയ്ക്കും അതുതന്നെയാണ് വരിക. കാരണം ഫോക്കസ് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ 2 പോയമേ ഉള്ളൂ. ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ പോയത്തിൻ്റെ അപ്രീസിയേഷൻ ചോദിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഈ 2 പോയത്തിൽ ഏതെങ്കിലും ഒരു അപ്രീസിയേഷൻ ആയിരിക്കും വരിക. 2 അപ്രീസിയേഷനും ചിലപ്പോൾ വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2ഉം നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ പോയത്തിലെ വരികൾ തന്നിട്ടുള്ള ചോദ്യം നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അപ്പോൾ പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് പോയത്തിൻ്റെ വരികൾ തന്നിട്ടുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ പല കുട്ടികളും അതിൻ്റെ ഉത്തരമായിട്ട് ആ പോയത്തിൻ്റെ വരികൾ തന്നെ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ പോയത്തിന് ഒരു ചോദ്യത്തിന് നമ്മളൊരു ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതുന്നത് ആ രീതിയിൽ വേണം നമ്മൾ ആ ഒരു വരിയുടെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ. ഒരിക്കലും ആ പോയത്തിലെ വരികൾ അതുപോലെ എഴുതുകയല്ല. വരികൾ നമുക്ക് എടുത്തെഴുതാം. പിക്ക് ഔട്ട് എ ലൈൻ ഫ്രം ദി പോയം എന്നൊക്കെ പറഞ്ഞു വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു വരികൾ എടുത്തെഴുതുക. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ വരികൾ എടുത്തെഴുതാൻ പാടില്ല. പകരം അതിൻ്റെ ഉത്തരം സെൻറ്റൻസ് ആക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. അവിടെയാണ് പല കുട്ടികൾക്കും അബദ്ധം പറ്റാറുള്ളത്. അവർ ആ പോയത്തിലെ ഉത്തരം വരുന്ന ഭാഗം ആ വരികൾ അതുപോലെ എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും സെൻറ്റൻസ് ആയിട്ട് എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് ആ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ആ പോയത്തിൻ്റെ ഒരു തീം എഴുതുക. ആ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പലതരത്തിലുള്ള പോയറ്റിക് ക്രാഫ്റ്റ്സ് അതിനെക്കുറിച്ച് എഴുതുക. അസോണൻസ്, അലിട്രേഷൻ, ഇമേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. റൈം സ്കീം, അല്ലേ? 2 റൈം സ്കീം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് AB ആണ്. രണ്ടാമത്തെ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, അതിൻ്റെ റൈം സ്കീം ABCB ആണ്. ഈ 2 റൈം സ്കീമേ നമുക്ക് പ്രധാനമായിട്ടും ഓർത്തിരിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏത് രീതിയിൽ വേണം നമ്മൾ ഈ പോയം അപ്രോച്ച് ചെയ്യാൻ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 2 പോയവും എടുത്ത് അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിക്കുക. ഒരു 1ാമത്തെ പോയമാണെങ്കിൽ, ഇപ്പോൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണെങ്കിൽ, ആ ഒരു പോയത്തിലെ ഒരു 10-20 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പഠിക്കുക. അപ്പോൾ നമുക്ക് ആ വരികൾ വെച്ചിട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം സെൻറ്റൻസിൽ തന്നെ എഴുതാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ പോയത്തിൻ്റെ വരികളൊക്കെ എഴുതി വെച്ചാൽ നമുക്കതിൻ്റെ മാർക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് 1ാമത്തെ പോയം മുതൽ ആരംഭിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10-20 ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും പഠിക്കുന്നു.
പിന്നെ ആ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ പഠിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം എടുക്കാൻ പോവുകയാണ്. സ്ക്രീനൊന്ന് ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഏതൊക്കെയാണ്, ഏത് രീതിയിലാണ് അത് എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ്. ഇവിടെ മുതലാണ് നമ്മുടെ ആ മെറ്റീരിയൽ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവർ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ ഈ മെറ്റീരിയൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ലെസൺ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് അടക്കം ആ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ആളുകൾക്ക്, ആ പോയം എന്താണെന്ന് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ കയറി അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിക്കുകയാണ്. വളരെ സിമ്പിളാണ്, പക്ഷേ അത് സെൻറ്റൻസ് ആക്കി എഴുതാനുള്ള പ്രശ്നം പല ആളുകൾക്കും ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഈ 2 പോയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഓരോന്ന് ഞാൻ പറയാം. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ഇത് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ട് കുട്ടികൾ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? അപ്പോൾ അതിൻ്റെ ഉത്തരം ദ പോയറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വില്യം വേർഡ്സ്വർത്ത് എന്ന് എഴുതാം. അപ്പോൾ ദ പോയറ്റ് ഈസ് ദ സ്പീക്കർ ഇൻ ദി പോയം. അപ്പോൾ ഇവിടെ ഈ ഒരു പോയത്തിൽ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തി അത് പോയറ്റ് തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയറ്റ് എക്സ്പ്രസ് ത്രൂ ബ്ലെൻഡഡ് നോട്ട്സ്? അപ്പോൾ ഈ പോയത്തിൽ പറയുന്നുണ്ട് ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. അപ്പോൾ ഈ ബ്ലെൻഡഡ് നോട്ട്സ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പല കുട്ടികളും ആ വരികൾ തന്നെ എഴുതി വെക്കും. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. അതിൻ്റെ ഉത്തരം സെൻറ്റൻസ് ആക്കി തന്നെ നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ വാട്ട് ഡസ് ദ പോയറ്റ് എക്സ്പ്രസ് ത്രൂ ബ്ലെൻഡഡ് നോട്ട്സ്? ബ്ലെൻഡഡ് നോട്ട്സ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ബൈ ബ്ലെൻഡഡ് നോട്ട്സ് ദ പോയറ്റ് എക്സ്പ്രസ്സസ് ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ശബ്ദം, റസ്ലിംഗ് ഓഫ് ലീവ്സ്, ഇലകളുടെ ശബ്ദം, ആൻഡ് അതർ സൗണ്ട്സ് കമ്മിങ് ഫ്രം നേച്ചർ. അങ്ങനെ തന്നെ നമ്മൾ അതിൻ്റെ ഉത്തരം എഴുതുക. ബ്ലെൻഡഡ് നോട്ട്സ് ഹിയർ മീൻസ് ദ സൗണ്ട് ഓഫ് ബേർഡ്സ്, ദ റസ്ലിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ദി അതർ സൗണ്ട്സ് കമ്മിങ് ഫ്രം നേച്ചർ. മൂന്നാമത്തത്, വാട്ട് കൈൻഡ് ഓഫ് തോട്ട്സ് കെയിം ടു ദ പോയറ്റ്സ് മൈൻഡ്? എന്തൊക്കെ ചിന്തകളാണ് പോയറ്റിൻ്റെ മൈൻഡിലേക്ക് വന്നത്? അപ്പോൾ നമ്മളവിടെ രണ്ടും എഴുതണം. പ്ലസൻറ്റ് ആൻഡ് സാഡ് തോട്ട്സ് കെയിം ടു ദ പോയറ്റ്സ് മൈൻഡ്. അപ്പോൾ സന്തോഷകരമായ ചിന്തകളും അതുപോലെ ദുഃഖകരമായ ചിന്തകളും രണ്ടും പോയറ്റിൻ്റെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇനി ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഓഡിറ്ററി ഇമേജ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാൻസയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഓഡിറ്ററി ഇമേജ്. ഓഡിറ്ററി ഇമേജിന് ഉദാഹരണം അത് അവിടെ ആ ഒരു ഒന്നാമത്തെ സ്റ്റാൻസയിൽ വരുന്നത് ബ്ലെൻഡഡ് നോട്ട്സ് എന്നുള്ളതാണ്. അടുത്തത്, വെയർ വാസ് ദ പോയറ്റ് റിക്ലൈനിങ്? എവിടെയാണ് പോയറ്റ് ഇരിക്കുന്നത്? വെയർ വാസ് ദ പോയറ്റ് റിക്ലൈനിങ്? ദ പോയറ്റ് വാസ് റിക്ലൈനിങ് ഇൻ എ ഗ്രോവ്. അപ്പോൾ ഇവിടെ പോയറ്റ് ഇരിക്കുന്നത് കുറേ മരങ്ങളൊക്കെയുള്ള ഒരു തോപ്പിലാണ്. ഹി വാസ് റിക്ലൈനിങ് ഇൻ എ ഗ്രോവ്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ ഹ്യൂമൻ സോൾ കണക്ട് വിത്ത് നേച്ചർ? എങ്ങനെയാണ് മനുഷ്യൻ്റെ ആത്മാവും പ്രകൃതിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹൗ ഡിഡ് ദ ഹ്യൂമൻ സോൾ കണക്ട് വിത്ത് നേച്ചർ? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എഴുതാം. ഹ്യൂമൻ സോൾ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ ഫെയർ വർക്ക്സ് ഓഫ് നേച്ചർ. Human soul is linked with the fair works of nature. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഡസ് ഇറ്റ് മീൻ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അക്കോർഡിംഗ് ടു ദ പോയറ്റ്? അപ്പോൾ ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഈ ഒരു വരിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അതൊരു അല്ലിട്രേഷനാണ്. എന്നുള്ള ശബ്ദം ഇവിടെ 3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഒരു ലൈനിൽ. അതൊരു അല്ലിട്രേഷൻ ഉദാഹരണമാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം അതല്ല. എന്താണ് ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അക്കോർഡിംഗ് ടു ദി പോയറ്റ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ എഴുതേണ്ടത് ആ പോയത്തിലെ വരികളല്ല, ഇങ്ങനെ സെൻറ്റൻസ് ആക്കിയാണ് എഴുതേണ്ടത്. ദ പോയറ്റ്സ് ഹാർട്ട് ഗ്രീവ്ഡ് ടു തിങ്ക് അബൌട്ട് ദ ക്രൂവൽറ്റീസ് ഓഫ് മാൻ. മനുഷ്യർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ ഓർത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിച്ചത്. ഇനി അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അല്ലിട്രേഷൻ. അപ്പോൾ ഒരു അല്ലിട്രേഷൻ ഉദാഹരണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്.
എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇവിടെ അല്ലിട്രേഷനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഈ വരിയാണ്, മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. നിങ്ങൾ ഇവിടെ എം എന്നുള്ള ലെറ്ററിൻ്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കൂടി ചെയ്യുക. ഇനി 9ാമത്തെ ചോദ്യം, വാട്ട് ഫീലിംഗ്സ് കെയിം ടു ദ പോയറ്റ് ആസ് ഹി സാറ്റ് റിക്ലൈൻഡ് ഇൻ ദ ഗ്രോവ്? വെൻ ഹി വാസ് സിറ്റിംഗ് ഇൻ ദി ഗ്രോവ്, വാട്ട് ഓൾ തോട്ട്സ് കെയിം ടു ഹിസ് മൈൻഡ്? ഹിസ് മൈൻഡ് വാസ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് ഗ്രീഫ്. സന്തോഷവും ദുഃഖവും അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ഹിസ് മൈൻഡ് വാസ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് ഗ്രീഫ്. 10ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ പോയറ്റ് ഹിയർ? പോയറ്റ് എന്താണ് കേട്ടത്? The poet heard 1,000 blended notes. Identify the figure of speech in the line I heard 1,000 blended notes. അപ്പോൾ ഇവിടെ ഈ വരിയുടെ പ്രത്യേകത എന്താണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ഫിഗർ ഓഫ് സ്പീച്ച്. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ അലങ്കാരമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഏതാണ്? അല്ലെങ്കിൽ ഈ വരികളുടെ പ്രത്യേകത എന്താണ്? അപ്പോൾ നമുക്ക് പറയാം, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൈപ്പർബലി. അല്ലേ? ഹൈപ്പർബലി അതായത് അതിശയോക്തി, കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുക, എക്സാജറേറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഇവിടെ ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് ഒരു എക്സാജറേഷനാണ്, അതിശയോക്തിയാണ്, കാര്യങ്ങൾ വലുതാക്കി പെരുപ്പിച്ച് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 1000 ശബ്ദമൊന്നും അവിടെ ഉണ്ടാവില്ല, കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവിടെ തന്നിരിക്കുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് എന്നാണ്. അപ്പോൾ ശരിക്കും 1000 ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് പെരുപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൈപ്പർബലി. അപ്പോൾ ഇത് അഭിനവ് ഇവിടെ ഞാൻ പറയുന്നത് തന്നിരിക്കുന്ന വരികളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നതാണ് പറയുന്നത്, അപ്രീസിയേഷൻ്റെ കാര്യമല്ല പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വൈ ഡിഡ് ദ പോയറ്റ് സേ ദാറ്റ് ദ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്? ദ പോയറ്റ് വാസ് എൻജോയിങ് the beauty and the sweet sounds of nature, but soon he was reminded of the thoughtless actions of man towards nature. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പോയറ്റ് പറയുന്നത് പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്? നല്ല സന്തോഷകരമായ ചിന്തകൾ ദുഃഖകരമായ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്താണ് അതിന് കാരണം എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ദ പോയറ്റ് വാസ് എൻജോയിങ് ദ ബ്യൂട്ടി ആൻഡ് ദ സ്വീറ്റ് സൗണ്ട്സ് ഓഫ് നേച്ചർ, ബട്ട് സൂൺ ഹി വാസ് റിമൈൻഡഡ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു മനുഷ്യർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളും മനുഷ്യരുടെ പ്രവൃത്തികളുമൊക്കെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് അവിടെ ദുഃഖകരമായ ചിന്തകളായിട്ട് മാറിയത്. സൂൺ ഹി വാസ് റിമൈൻഡഡ് ഓഫ് ദ തോട്ട്ലെസ്, ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ, തോട്ട്ലെസ് ആക്ഷൻ ഓഫ് മാൻ ടുവേർഡ്സ് നേച്ചർ. ഇനി മറ്റൊരു ചോദ്യം, ഇൻ ദ ലൈൻ ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്, വാട്ട് ഡസ് ഫെയർ വർക്ക് റെഫർ ടു? അപ്പോൾ ഇവിടെ ഫെയർ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഹായ്, ദ സ്പ്ലെൻഡിഡ് ക്രിയേഷൻസ് ലൈക്ക് ട്രീസ്, ബേർഡ്സ്, ഫ്ലവേഴ്സ് എക്സെട്ര ഓഫ് നേച്ചർ. ഇതിനാണ് ഇവിടെ ഫെയർ വർക്ക്സ് എന്ന് പറയുന്നത്. ഹായ്, ഫെയർ വർക്ക്സ് എന്നിവിടെ പറയുന്നത് എന്തിനെയാണ്? ഫെയർ വർക്ക്സ് എന്നിവിടെ പറയുന്നത് പ്രകൃതി നിർമ്മിച്ച മരങ്ങളും പൂക്കളും ചെടികളും ഒക്കെയാണ്. Identify the figure of speech in the line to her fair works did nature link. To her fair works did nature link. ഈ വരിയുടെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം എന്താണ്? അപ്പോൾ നമുക്കറിയാം, പേഴ്സോണിഫിക്കേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം. ഇനി 15ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അല്ലിട്രേഷൻ ഫ്രം ദീസ് ലൈൻസ്. ഇവിടെ ഈ പോയത്തിൽ നിന്ന് അല്ലിട്രേഷൻ്റെ ഒരു ഉദാഹരണം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലിട്രേഷൻ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതായത് ഒരു പ്രത്യേക ശബ്ദം, ഒരു വവൽ സൗണ്ട് അല്ലാത്ത ഒരു കൺസോണന്റ് സൗണ്ട് ഒരു വരിയിൽ ആവർത്തിച്ച് വരുന്നതിനെയാണ് അല്ലിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. യെസ്, കറക്റ്റ്, ആദിൽ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ 3 തവണ ഇവിടെ എം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അല്ലിട്രേഷന് ഒരു ഉദാഹരണമാണ്. ഇനി 16ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ലൈൻ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ മീൻ? ഈ വരിയുടെ അർത്ഥം എന്താണ്? പല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാം. അപ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് ദ ക്രൂവൽറ്റീസ് ഓഫ് മാൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം മാൻ കുഡ് നോട്ട് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ, ഈസ് ഫിൽഡ് വിത്ത് സെൽഫിഷ് തോട്ട് ആൻഡ് ഗ്രീഡ്. ഈ സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ കഴിയും. ഹീ ഈസ് ഫിൽഡ് വിത്ത് സെൽഫിഷ് തോട്ട്സ്, അതായത് സ്വാർത്ഥപരമായ ചിന്തകൾ, അതുപോലെ
ആർത്തി, പണത്തോടും സമ്പത്തിനോടുമുള്ള ആർത്തി മനുഷ്യന് കൂടിയതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹി ഫെയിൽസ് ടു ഡിറൈവ് ഹാപ്പിനെസ് ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്ന് സന്തോഷം അവന് ലഭിക്കുന്നില്ല. അടുത്തത്, റൈറ്റ് ദ റൈം സ്കീം ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസ അല്ല, ഏത് സ്റ്റാൻസ ചോദിച്ചാലും നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ കോമൺ ആയിട്ടുള്ള റൈം സ്കീം എന്ന് പറയുന്നത് എ ബി ആണ്. അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും വരിയിലെ അവസാന വാക്കുകളും അതുപോലെ 2ഉം 4ഉം വരികളിലെ അവസാന വാക്കുകളും റൈമിംഗ് വേർഡ്സാണ്. ഓക്കെ, അഭിനവ് ശരിയാണ്. അപ്പോൾ റൈമിംഗ് സ്കീം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ പോയത്തിൻ്റെ റൈം സ്കീം എ ബി ആണ്. ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, അതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABCB ആണ്. മാറിപ്പോകരുത്. അടുത്ത ചോദ്യം, ദെയർ തോട്ട്സ് ഐ കനോട്ട് മെഷർ, ഹൂസ് തോട്ട്സ് ആർ മെൻഷൻഡ് ഹിയർ. അവരുടെ ചിന്തകൾ എനിക്ക് അളക്കാൻ കഴിയില്ല. ആരുടെ ചിന്തകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ പല ആളുകളും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെ when the poet is referring to the birds, പക്ഷികളെക്കുറിച്ച് പറയുമ്പോഴാണ് പോയറ്റ് പറയുന്നത് their thoughts I cannot measure. ഓക്കെ, ബേർഡ്സ് ആണ്. സോ ഹൂസ് തോട്ട്സ് ആർ മെൻഷൻഡ് ഹിയർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ബേർഡ്സ്. ഓക്കെ, വെരി ഗുഡ്. അതിൽ പറഞ്ഞു. മറ്റൊരു ചോദ്യമാണ്, ദ റൈം സ്കീം ഫോളോഡ് ഇൻ ദ പോയം ഈസ് ഡാഷ്. എ ബി നിങ്ങൾക്കറിയാവുന്നതാണ്. അടുത്തത്, വാട്ട് ഡസ് ദ ബഡ്ഡിങ് ട്വിഗ്സ് മീൻ. ബഡ്ഡിങ് ട്വിഗ്സ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം ന്യൂലി ഫോംഡ് ട്വിഗ്സ് ഓഫ് എ ട്രീ. പുതുതായി വളർന്നിരിക്കുന്ന ശാഖകളെയാണ് ഇവിടെ ബഡ്ഡിങ് ട്വിഗ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഇൻഡിക്കേറ്റ്. ഇതൊക്കെ കുറച്ചൊക്കെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. മാൻ ഈസ് ഡിസ്ട്രോയിങ് ബോത്ത് നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യൻ പ്രകൃതിയെയും അതുപോലെ മനുഷ്യനെയും നശിപ്പിക്കുന്നു. What does the poet try to communicate through the line in that sweet mood when pleasant thoughts bring sad thoughts to the mind? അപ്പോൾ ഈ വരിയിലൂടെ കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? Nature makes him happy, whereas man and his actions make him unhappy. അടുത്ത ചോദ്യം, what is referred to as nature's holy plan? ഇത് ഈ പോയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. പ്രകൃതിയുടെ മഹത്തായ പദ്ധതി, പ്രകൃതിയുടെ വിശുദ്ധമായ ആ ഒരു പദ്ധതി. എന്താണ് ആ ഒരു പദ്ധതി? പ്രകൃതിയുടെ പദ്ധതി എന്ന് വെച്ചാൽ എല്ലാ ആളുകളും ഒരേപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്നുള്ളതാണ് പ്രകൃതിയുടെ മഹത്തായ ആ ഒരു പദ്ധതി. ഇതനുസരിച്ചാണ് പക്ഷികളും അതുപോലെ തന്നെ പൂക്കളും ചെടികളും ഒക്കെ വളരുന്നത്. പക്ഷേ മനുഷ്യൻ മാത്രം ഇതനുസരിച്ചല്ല വളരുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് റെഫേർഡ് ടു ആസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ. അപ്പോൾ നേച്ചേഴ്സ് ഹോളി പ്ലാൻ, യെസ്, പിന്നെ കറക്റ്റാണ്. ലിവിങ് ഇൻ ഹാർമണി ആൻഡ് പീസ്. നേച്ചേഴ്സ് ഹോളി പ്ലാൻ ഈസ് ടു മെയിൻറ്റെയിൻ ഹാർമണി, ആ ഒരു ഒത്തൊരുമ ഉണ്ടാവുക. കണ്ടൻമെൻറ്റ്, തൃപ്തികരമായി സന്തോഷമായി സംതൃപ്തിയോടെ ജീവിക്കുക. ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായുള്ള ഒരുമിച്ചുള്ള ജീവിതം. ഇതാണ് പ്രകൃതിയുടെ ആ ഒരു വിശുദ്ധമായ പദ്ധതി അല്ലെങ്കിൽ മഹത്തായ പദ്ധതി. 24ാമത്തെ ചോദ്യം, ദ ബഡ്ഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഈ ഒരു വരി എന്തിന് ഉദാഹരണമാണ്, ഏത് അലങ്കാരത്തിന് ഉദാഹരണമാണ് എന്നൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം പേഴ്സോണിഫിക്കേഷൻ. അടുത്ത ചോദ്യം, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹൗ ഡസ് ദ പോയം എൻഡ്? എങ്ങനെയാണ് ഈ പോയം അവസാനിക്കുന്നത്? ദ പോയം എൻഡ്സ് ഓൺ എ ജോവിയൽ നോട്ട്, വളരെ സന്തോഷകരമായ രീതിയിൽ അവസാനിക്കുന്നു. ദ പോയം എൻഡ്സ് ഓൺ ആൻ ആംഗ്രി നോട്ട്, വളരെ ദേഷ്യത്തോടു കൂടിയുള്ള ആണ് അതിൻ്റെ അവസാനത്തിൽ കവി പറയുന്നത്. ദ പോയറ്റ് ഫീൽസ് ത്രിൽഡ് ബൈ മാൻസ് ആക്ഷൻ, മനുഷ്യൻ്റെ ആക്ഷൻസ് അതിനെക്കുറിച്ച് ഓർത്ത് വളരെ സന്തോഷിച്ചുകൊണ്ടാണ് പോയം അവസാനിക്കുന്നത്. ദ പോയം എൻഡ്സ് ഓൺ എ സാഡ് നോട്ട്, വളരെ ദുഃഖകരമായ ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് ഈ പോയം അവസാനിക്കും. ഇതിലേതാണ് ശരിയായ ഓപ്ഷൻ? യെസ്, അമൃത പറഞ്ഞിട്ടുണ്ട്. ഡി ആണ് ശരിയായ ഉത്തരം. ദ പോയം എൻഡ്സ് ഓൺ എ സാഡ് നോട്ട്. ഓക്കെ, വെരി ഗുഡ്. വാട്ട് മേക്സ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്? ഹായ് അഡോൾഫ് ഹിറ്റ്ലർ, പള്ളിയാലിൽ ഫർസാൻ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ചോദ്യം ഏതാണ്? വാട്ട് മേക്സ് ദ പോയറ്റ്
think that every flower enjoys its existence. എന്തുകൊണ്ടാണ് ഇവിടെ പോയറ്റ് പറയുന്നത് എല്ലാ പൂക്കളും അവരുടെ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരവാണ് ഫ്ലവേഴ്സ് ആർ എൻജോയിങ് ദെയർ ലൈഫ്. അതിൻ്റെ ഉദാഹരണം ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ദേ ആർ ജെൻ്റ്ലി സ്വേയിങ് വിത്ത് ദ ബ്രീസ്. ആ ഇളം കാറ്റിനനുസരിച്ച് ഈ പൂക്കൾ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ അവർ ജീവിതം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ നമുക്ക് മനസ്സിലാക്കാം ദ ഫ്ലവേഴ്സ് ആർ എൻജോയിങ് ദെയർ ലൈഫ്. പൂക്കൾ അവരുടെ ജീവിതം ആസ്വദിക്കുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഹൗ ഡസ് മാൻ വർക്ക് എഗെയിൻസ്റ്റ് ഇറ്റ്? എന്താണ് പ്രകൃതിയുടെ ആ വിശുദ്ധമായ പദ്ധതി, എങ്ങനെയാണ് മനുഷ്യൻ അതിനെതിരെ പ്രവർത്തിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ദ പോയറ്റ് ഫീൽസ് ദാറ്റ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ ഈസ് എ പെർഫെക്റ്റ് ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. എല്ലാവരും സമാധാനത്തോടു കൂടി ഒത്തൊരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ ഒരു പദ്ധതി. Everybody happy, enjoying good things that God has created, but man works against this and spends his time quarreling and fighting without enjoying the beauty of nature. മനുഷ്യന് ഇതിനൊന്നും സമയമില്ല. മനുഷ്യൻ്റെ സമയം മുഴുവൻ ക്വാറലിംഗ്, മറ്റുള്ളവരുമായി വഴക്ക് കൂടുക, യുദ്ധം ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ചെലവഴിക്കുന്നത്. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. ഓക്കെ, ഹായ്. ഇനി അടുത്ത ചോദ്യം ചിലപ്പോൾ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. സജസ്റ്റ് ആൻ ആൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഓഫ് ദ പോയം. ഈ പോയത്തിന് ചേരുന്ന മറ്റൊരു ടൈറ്റിൽ, ഒരു തലക്കെട്ട്, അല്ലെ മറ്റൊരു പേര് ഈ പോയത്തിന് കൊടുക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ദ ഹോളി പ്ലാൻ ഓഫ് നേച്ചർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കാം. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ പോയറ്റ് കൺക്ലൂഡ് ദാറ്റ് ബേർഡ്സ് വെർ ഹാപ്പി? എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് ഇവിടെ പക്ഷികൾ വളരെ സന്തോഷവാന്മാരാണെന്ന് പറയാൻ ഉള്ള കാരണം എന്താണ്? പക്ഷികൾ സന്തോഷകരമാണെന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അവരുടെ മൂവ്മെൻറ്റ്സ്, അവരുടെ ചലനം, അതുപോലെ തന്നെ അവരുടെ തത്തിക്കളിക്കൽ, പാട്ട് പാടുന്നതും ഒക്കെ അവർ ജീവിതം ആസ്വദിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണങ്ങളാണ്. The poet said that he cannot measure the thoughts of the birds because he was not sure that they could think. He can't understand their language, but the movement and singing of birds made him conclude that they are happy. അപ്പോൾ അവയുടെ നീക്കങ്ങളും അതുപോലെ അവരുടെ പാട്ടുകളും സിംഗിങ്, ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ബേർഡ്സ് ആർ വെരി ഹാപ്പി, ദേ ആർ ഹാപ്പിലി ലിവിങ് ഇൻ നേച്ചർ. അപ്പോൾ ആ ഒരു വരി നിങ്ങളോട് എടുത്തെഴുതാൻ ചിലപ്പോൾ ചോദ്യം വരും. പിക്ക് ഔട്ട് ദ ലൈൻ ഫ്രം ദി പോയം ദാറ്റ് ഷോസ് ദാറ്റ് ദ ബേർഡ്സ് ആർ ഹാപ്പി. ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ വരി അതുപോലെ തന്നെ എഴുതി വെക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒക്കെ ഉത്തരം സെൻറ്റൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. പോയത്തിലെ വരികൾ അതുപോലെ എഴുതി വെക്കരുത്, അത് ഉത്തരമാവുന്നില്ല. ദ ലീസ്റ്റ് മോഷൻ ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. ഈ വരിയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ബേർഡ്സ് ആർ വെരി ഹാപ്പി. ഇനി ചിലപ്പോൾ ചോദിക്കാം, പിക്ക് ഔട്ട് 2 റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. അപ്പോൾ പല കുട്ടികൾക്കും കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് ഒരു അബദ്ധം പറ്റിയത്, റൈമിംഗ് സ്കീം ചോദിച്ചെടുത്ത് പല ആളുകളും ഉണ്ട് ഇത് കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് പോകും. അപ്പോൾ പല കുട്ടികൾക്കും കഴിഞ്ഞ പരീക്ഷയിൽ അബദ്ധം പറ്റിയത്, ടൈഗർ ഷറഫ് ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പല കുട്ടികൾക്കും അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ റൈം സ്കീം ചോദിച്ചെടുത്ത് റൈമിംഗ് വേർഡ്സ് എഴുതി വെച്ചു. അപ്പോൾ ഏതാണ്ട് ചോദ്യം കൃത്യമായിട്ട് വായിച്ച് നോക്കിയില്ലെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ചോദ്യം കൃത്യമായിട്ട് വായിച്ച് നോക്കുക. റൈം സ്കീം ചോദിച്ചാൽ റൈമിംഗ് വേർഡ്സും റൈം സ്കീമും എഴുതാം. പക്ഷേ റൈം സ്കീം ചോദിച്ചാൽ റൈമിംഗ് വേർഡ്സ് മാത്രം എഴുതി വെച്ചാൽ ഒരു കാര്യവുമില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പിക്ക് ഔട്ട് 2 പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ബോവർ, ഫ്ലവർ, റീത്സ്, ബ്രീത്സ്, അങ്ങനെ ഏത് ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് എഴുതാം. നമുക്ക് ആ വരികൾ തന്നിട്ടുള്ള വരികളിൽ നിന്ന് നമുക്ക് എടുത്തെഴുതാവുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഞാനിപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്? ഒരു 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു 6 മാർക്കിൻ്റെ ഒരു ചോദ്യം SSLC പരീക്ഷയ്ക്ക് വരും. ഈ പോയത്തിലെ വരികൾ തന്നിട്ട് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ കുറച്ച് സെൻറ്റൻസുകൾ വേണം. പോയത്തിലെ വരികളല്ല നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. പോയത്തിലെ വരികൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് പിക്ക് ഔട്ട് ദ ലൈൻസ് എന്ന് പറഞ്ഞ ചോദ്യത്തിന് മാത്രമാണ്.
ബാക്കിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾ സെൻറ്റൻസ് ആക്കി തന്നെ എഴുതണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആ സെൻറ്റൻസ് ആക്കി എഴുതാനുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇപ്പോൾ പഠിച്ചത്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പോയത്തിലെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രത്യേകതകളാണ്. ഇത് നിങ്ങൾക്ക് ആ പോയത്തിൻ്റെ അപ്രീസിയേഷനൊക്കെ എഴുതുന്ന സമയത്ത് എഴുതാൻ പറ്റുന്നതാണ്. ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. ഇതിലെ തീം എന്ന് പറയുന്നത് ദ പോയറ്റ് പ്രൈസസ് ദ ഗ്ലോറി ഓഫ് നേച്ചർ അൺലൈക്ക് ഓൾ ദി അതർ ബീയിങ്സ്. ഓക്കെ, തരും. Man does not live in harmony with nature. The poet regrets man's cruelties towards nature. ഇതൊക്കെ ഇതിൻ്റെ തീമാണ്, ഈ പോയത്തിൻ്റെ തീമാണ്. റൈമിംഗ് വേർഡ്സിന് ഇഷ്ടം പോലെ ഉദാഹരണം നമുക്ക് ഈ പോയത്തിലുണ്ട്. എ ബി ആയതുകൊണ്ട് 1, 3, 2, 4 വരികൾ എപ്പോഴും റൈമിംഗ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ അലങ്കാരങ്ങൾ ഏതൊക്കെയാണോ? ഒന്ന് ഹൈപ്പർബലി, അതായത് അതിശയോക്തി. അതിന് ഉദാഹരണമാണ് ഈ വരികൾ. ശ്രദ്ധിക്കുക. I heard 1,000 blended notes. ഇത് ഹൈപ്പർബലിക്ക് ഉദാഹരണമാണ്. പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമാണ്. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. അതുപോലെ തന്നെ ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ. ഈ വരികളിലൊക്കെ പേഴ്സോണിഫിക്കേഷനാണ് ഉള്ളത്. അതുപോലെ തന്നെ എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ് ടു ക്യാച്ച് ദ ബ്രീസി എയർ. ഈ വരികളിലെല്ലാം പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന അലങ്കാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ആ ഒരു പരിഗണന വേറെ എന്തെങ്കിലും വസ്തുവിന് കൊടുക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഇനി അല്ലിട്രേഷൻ്റെ ഉദാഹരണങ്ങളാണ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവ്രി ഫ്ലവർ ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദ മെയ്ഡ്. ഇതൊക്കെ എന്താണ് അല്ലിട്രേഷൻ ഉദാഹരണങ്ങളാണ്. ഓഡിറ്ററി ഇമേജസ് ഉണ്ട്. ഐ ഹേർഡ് 1,000 blended notes. വിഷ്വൽ ഇമേജസിന് ധാരാളം ഉദാഹരണങ്ങൾ ഈ പോയത്തിലുണ്ട്. ഫ്ലവർ, റീഡ്സ്, പെരിവിങ്കിൾ, പ്രിംറോസ് ടഫ്സ്, ഗ്രീൻ ബോവർ. ഇതൊക്കെ വിഷ്വൽ ഇമേജസിന് ഉദാഹരണമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയത്തിൻ്റെ റൈം സ്കീമാണ്. എ ബി ആണ് ഈ പോയത്തിൻ്റെ റൈം സ്കീം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷനാണ്. അപ്പോൾ ഒരു A+കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അപ്രീസിയേഷനും അതുപോലെ തന്നെ ഒരു സാധാരണ തട്ടിക്കൂട്ടി എഴുതുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു അപ്രീസിയേഷനും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ A+കാർക്ക് വേണ്ടിയിട്ടുള്ള അപ്രീസിയേഷനാണ് ഞാൻ പറയുന്നത്. മറ്റേത് വേറൊരു മെറ്റീരിയലാണ്. അത് ആ മെറ്റീരിയൽ നിങ്ങൾ നോക്കുമ്പോൾ അതിൽ ഞാൻ വളരെ ചുരുക്കി ഈ ഒരു അപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ A+ കുട്ടികളായതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഒരു സ്റ്റാൻഡേർഡുള്ള അപ്രീസിയേഷൻ തന്നെ എഴുതുക. ആ പോയത്തിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എഴുതുക. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചോദിക്കുക. ദ പോയറ്റ് ഓഫ് നേച്ചർ. അപ്പോൾ ഇയാൾ അറിയപ്പെടുന്നത് പ്രകൃതിയുടെ കവി എന്നാണ്. ഇൻ ദിസ് പോയം വേർഡ്സ്വർത്ത് റൈറ്റ്സ് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ഹൗ മാൻ ഈസ് ഡിസ്ട്രോയിങ് ഇറ്റ്. The poet is sitting in a woodland grove surrounded by the blended notes of nature. അപ്പോൾ ചുറ്റും പ്രകൃതിയുടെ ശബ്ദങ്ങളൊക്കെയുള്ള ഒരു ഗ്രോവിലാണ് അല്ലെങ്കിൽ ഒരു വുഡ്ലാൻഡിലാണ് ഇവിടെ പോയറ്റ് ഇരിക്കുന്നത്. ഓക്കെ, തരും PDF എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ പറയുന്നു ഹി എൻജോയ്സ് ദ ചെർപ്പിംഗ് ഓഫ് ബേർഡ്സ് ആൻഡ് ദ റസ്ലിംഗ് ഓഫ് ലീവ്സ് ഇൻ ദ സ്പ്രിംഗ് സീസൺ. അപ്പോൾ സമയം കൂടെ ശ്രദ്ധിക്കുക, ഏതാണ്? സ്പ്രിംഗ് സീസണാണ്. ഇറ്റ് മേക്സ് ഹിം ഹാപ്പി ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്രിയേറ്റ്സ് മെലൻഖലി മൂഡ്. മെലൻഖലി മൂഡ് എന്ന് വെച്ചാൽ വളരെ ദുഃഖകരമായ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം സന്തോഷമാവുന്നു, പിന്നെ സന്തോഷത്തിൻ്റെ ഒപ്പം തന്നെ സങ്കടവും മനസ്സിലേക്ക് വരുന്നു. ഹി ബിഗിൻസ് ടു തിങ്ക് അബൌട്ട് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദെയർ ക്രൂവൽറ്റീസ്. ഹി ഫീൽസ് സാഡ് വൈൽ തിങ്കിങ് അബൌട്ട് ഹൗ മാൻ ഹാസ് സെപ്പറേറ്റഡ് ഹിംസെൽഫ് ഫ്രം മദർ നേച്ചർ. അപ്പോൾ ഈ പോയത്തിലൊരു പ്രധാനപ്പെട്ട ആശയമാണ് മാൻ ഹാസ് സെപ്പറേറ്റഡ് ഹിംസെൽഫ് ഫ്രം മദർ നേച്ചർ. ദ സെൽഫിഷ്നെസ് ആൻഡ് ഗ്രീഡ് ഓഫ് മാൻ ഈസ് കില്ലിങ് നേച്ചർ. അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു സ്വാർത്ഥതയും അതുപോലെ സമ്പത്തിനോടുള്ള ആർത്തിയും കൊണ്ട് അവൻ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റാൻസയിൽ അടുത്ത പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാം. ഹി സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ദ പോയറ്റ് വാസ് ഗ്ലാഡ് ടു സീ. ഇവിടെ 2 തരത്തിലുള്ള പൂക്കളാണ്, പക്ഷേ അവർ വളരെ ഒരുമിച്ച് തമ്മിൽ ചേർന്ന് പടർന്ന് വളർന്നിരിക്കുകയാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല. വളരെ സമാധാനത്തോടു കൂടി അവരൊരുമിച്ച് സന്തോഷത്തോടെ പ്രകൃതിയിൽ വളരുന്നു, പ്രകൃതി എൻജോയ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പക്ഷികളും. ദ ബേർഡ്സ് അറൗണ്ട് ഹിം എക്സ്പ്രസ് ദ ത്രിൽ ഓഫ് പ്ലഷർ ബൈ ഹോപ്പിംഗ് ആൻഡ് പ്ലേയിങ് ഇൻ ദ ഗ്രോവ്.
Though the speaker does not understand their language and ways, he does recognize that the birds are creating all these movements out of pleasure and joy. He feels that the birds and flowers are very happy in nature. The twigs are spreading out their fan to catch the sweet air, and all that the poet can do is gather pleasure in their existence. He wonders why man alone has moved away from nature. എന്തുകൊണ്ടാണ് മനുഷ്യൻ മാത്രം പ്രകൃതിയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്? ഈ പക്ഷികളും ചെടികളും പൂക്കളും ഒക്കെ ഇതുപോലെ ഈ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് സന്തോഷമായി ജീവിക്കും. മനുഷ്യൻ മാത്രം എന്തുകൊണ്ട് അങ്ങനെയല്ല? Is he not a part of the holy plan of nature? The poet feels that mankind has an innate spiritual connection to nature and her fair works. മനുഷ്യനും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷേ ആ ബന്ധം എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. The speaker suggests that man can be a part of nature. What man has done to nature and himself is really shocking. Man has separated himself from such joy and is spending his time hating one another and fighting wars. മനുഷ്യർക്ക് തമ്മിൽ വെറുക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെയാണ് മനുഷ്യന് താല്പര്യം. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ പോയത്തിൻ്റെ തീമുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തൊരു സ്റ്റാൻസയിൽ എഴുതേണ്ടത്. ഓക്കെ, ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അഭിനവ്. ഇത് നമ്മൾ പലതവണ ഒന്ന് വായിച്ചാൽ അതിലെ പ്രധാന പോയിൻറ്റ്സ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നാണ് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറയാൻ പോകുന്നത്. പോയറ്റ് യൂസസ് വേരിയസ് പോയറ്റിക് ഡിവൈസസ് ടു മേക്ക് ദ പോയം മോർ മീനിങ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആദ്യം ഈ പോയത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ദ പോയം ഹാസ് 6 സ്റ്റാൻസാസ് ഓഫ് 4 lines ഈച്ച്. അപ്പോൾ എത്ര സ്റ്റാൻസുണ്ട്? 6 സ്റ്റാൻസുണ്ട്. ഓരോ സ്റ്റാൻസയിലും എത്ര വരികളുണ്ട്? 4 വരികളുണ്ട്. 4 വരികൾ വീതമുള്ള 6 സ്റ്റാൻസയാണ് ഈ പോയം. ആൻഡ് ഫോളോസ് ദ റൈം സ്കീം A-B. ഇനി notes, thoughts, reclined mind are some examples of rhyming words from the poem. I heard 1,000 blended notes is a wonderful expression of hyperbole in the poem. There are many examples of personification in the poem. What man has made of man is a perfect example of alliteration from the poem. There is fine visual and auditory imagery. The majority of lines written in early spring talks about the natural scenery in early spring. The first stanza describes the nature's characteristics. The second stanza talks about the holy plan of nature for a happy life. The third, fourth, and fifth stanza talks about flowers, birds, and plants which are living in harmony with nature. The speaker tells the readers about how life in his area seems so beautiful. The final stanza describes the main theme of lines written in early spring. The speaker suggests that people can live in accordance with nature's holy plan and he condemns those who damage it. പ്രകൃതി നശിപ്പിക്കുന്ന ആളുകളെ അയാൾ വെറുക്കുന്നു. അപ്പോൾ നമുക്കും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റാൻസയിലും പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പോയത്തിലെ എല്ലാ പോയിൻറ്റും ഈ ഒരു അപ്രീസിയേഷനിലുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത് വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഒരു പോയം, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അതിലെ 30 ക്വസ്റ്റ്യൻസും അതുപോലെ അപ്രീസിയേഷനും പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബൈഹാർട്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചോദിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോയമാണ് ലൈൻസ് റിട്ടൺ. ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല, നമ്മളിത് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി പോയാൽ മതി. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ പലതവണ ഒന്ന് വായിക്കുക. കാരണം ആ ഒരു സമയത്ത് പോയത്തിലെ വരികൾ തന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഒരു പക്ഷേ എന്താ എഴുതേണ്ടതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പലതവണ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ സെൻറ്റൻസിൻ്റെ ഉത്തരം എഴുതാൻ നമുക്ക് കഴിയും. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് ചോദിക്കുക. ഈ പോയം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ച് മനസ്സിലാക്കുക. കാണാതെ ഒന്നും പഠിക്കേണ്ട, വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ അപ്രീസിയേഷൻ. ടപ്സ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ചെടികളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ചെടികളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ
ഇതിൻ്റെ അപ്രീസിയേഷനിൽ ഒരു പോയിൻ്റ് നമ്മൾ വിട്ടു പോകുന്നില്ല. ആ പോയിൻ്റുകൾ ഏതൊക്കെയാണോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിലുള്ള അല്ലിട്രേഷൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്, പേഴ്സോണിഫിക്കേഷൻ ഏതൊക്കെയാണ്, അതുപോലെ പ്രധാനപ്പെട്ട അതിൻ്റെ റൈം സ്കീം എന്താണ്, ഇമേജസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രയും കാര്യങ്ങളെ നമുക്ക് ഈ പോയത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയത്തിലേക്ക് പോകാം. അടുത്ത പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയമാണ്. അതിൽ നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതിലെ വരികൾ തന്നിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ അപ്രീസിയേഷനും ഉണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ പോയം ഫോർത്ത് സ്റ്റാൻസ ഏതാണ്? ഈ പോയത്തിൻ്റെ ഫോർത്ത് സ്റ്റാൻസയാണോ ഉദ്ദേശിച്ചത്? ഫോർത്ത് സ്റ്റാൻസ എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. അപ്പോൾ ഫോർത്ത് സ്റ്റാൻസയിൽ ഒക്കെ ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മനുഷ്യൻ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്നതിനെക്കുറിച്ച് വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു അപ്രീസിയേഷൻ നിങ്ങൾ വായിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അത് ഗില്ലിഗൻ എന്നുള്ള പോയമാണ്. ഓക്കെ, അപ്പോൾ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ള ആ ഒരു പോയത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പിക്ക് ഔട്ട് എ ലൈൻ ഫ്രം ദ പോയം വിച്ച് സെയ്സ് ദ പ്രീസ്റ്റ് വാസ് വെരി ടയേർഡ്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ പ്രീസ്റ്റ് വളരെ ടയേർഡായിരുന്നു എന്ന് പറയുന്ന വരികൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് എഴുതാം. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെറി നൈറ്റ് ആൻഡ് ഡേ സെയ്സ് ദാറ്റ് ദ പ്രീസ്റ്റ് വാസ് ടയേർഡ്. അപ്പോൾ ഈ വരിയിലാണ് ഇയാൾ ടയേർഡാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന വരികൾ. ഇനി മറ്റൊരു ചോദ്യമാണ്, വൈ വാസ് ഫാദർ ഗില്ലിഗൻ വെയറി? പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വരികൾ എഴുതി വെക്കും. ഫാദർ ഗില്ലിഗൻ വാസ് വെറി നൈറ്റ് ആൻഡ് ഡേ ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് വെയർ ഇൻ ദെയർ ബെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എഴുതി വെക്കും. അങ്ങനെയല്ല എഴുതേണ്ടത്. അതൊരു സെൻറ്റൻസ് ആക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഈ ചോദ്യം വന്നാൽ വൈ വാസ് ഫാദർ ഗില്ലിഗൻ വെയറി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഫാദർ ഗില്ലിഗൻ വാസ് പെർഫോമിങ് ഹിസ് പ്രീസ്ലി ഡ്യൂട്ടീസ് ഡേ ആൻഡ് നൈറ്റ് because half of his parishioners were either sick or dead. So he was very tired because he was doing his priestly duties without any rest. അങ്ങനെ ആ കാര്യം ആണ് നമ്മൾ എഴുതേണ്ടത്, വരികളല്ല എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ഗ്രീൻ സോഡ്സ് ഇംപ്ലൈ? ഗ്രീൻ സോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? It implies to the grave or the burial place covered over by green grass. അപ്പോൾ ആളുകളെ മരിച്ച് അടക്കിയിരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഇപ്പോൾ ചെടികളൊക്കെ വളർന്നിരിക്കുന്നു. ഇതാണ് ഇവിടെ ഗ്രീൻ സോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ വേർഡ് ഫ്ലോക്ക് ഇൻ ദ കോണ്ടെക്സ്റ്റ് റെഫർ ടു? ഫ്ലോക്ക് എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആട്ടിൻ കൂട്ടമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പ്രീസ്റ്റ് ഇവിടുത്തെ ഒരു ഇടയനായിട്ടും അതുപോലെ ഈ പാരിഷിലുള്ള ആളുകളെ അതിൽപ്പെടുന്ന ആടുകളായിട്ടുമാണ്. ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റാണ്. അപ്പോൾ ഫ്ലോക്ക് ഹിയർ റെഫേഴ്സ് ടു ദ പീപ്പിൾ ഇൻ ഹിസ് പാരിഷ്. ഈ പാരിഷിലുള്ള ആളുകളെയാണ് ഇവിടെ ഫ്ലോക്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റൈം സ്കീം ഫോളോഡ് ഇൻ ദീസ് ലൈൻസ്? ഇൻ ദീസ് ലൈൻസ് എന്നോ അല്ലെങ്കിൽ ഇൻ ദിസ് പോയം എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയും. ABCB ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റൈം സ്കീം. ആറാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ വിഷ്വൽ ഇമേജസ് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്. ഇത് ഒന്നാമത്തെ സ്റ്റാൻസിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ ഇമേജസ് ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ ഗ്രീൻ സോഡ്സ് ഉണ്ട്, മോത്ത് അവർ, ഇതൊക്കെ വിഷ്വൽ ഇമേജസിന് ഉദാഹരണമാണ്. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഡസ് മോത്ത് അവർ ഇൻഡിക്കേറ്റ്? മോത്ത് അവർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? It indicates the time when moths come in swarms. It can either be in the evening or in the morning. അത് എന്താണ്? ഒരു പ്രത്യേക തരം പ്രാണികൾ വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ്.
അത് രാവിലെയുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരവും വരാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ മോത്ത് അവർ എന്നുള്ളത്. ഇപ്പോൾ ഇവർ കൂട്ടമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു സമയത്തെയാണ് നമ്മളിവിടെ മോത്ത് അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മോത്ത് അവർ ഉണ്ട്. മോത്ത് അവർ ഇൻ ദ മോർണിംഗ് ആൻഡ് മോത്ത് അവർ ഇൻ ദി ഈവനിങ്. ഇനി വാട്ട് വാസ് ദ കംപ്ലൈൻറ്റ് ഓഫ് ദ പ്രീസ്റ്റ്? He complained that he had no rest, no joy and no peace. അപ്പോൾ എന്തായിരുന്നു ഇവിടെ ഫാദറിൻ്റെ കംപ്ലൈൻറ്റ്? അയാൾക്ക് സന്തോഷമില്ല, സമാധാനമില്ല, അതുപോലെ വിശ്രമമില്ല എന്നുള്ളതായിരുന്നു അയാളുടെ പരാതി. He complained to God that he has got no rest, no joy, no peace. അടുത്ത ചോദ്യം, why did the father seek forgiveness from God? എന്തുകൊണ്ടാണ് ദൈവത്തോട് ക്ഷമ ചോദിച്ചത്? എന്തുകൊണ്ടാണ്? Father Gilligan complained to God that he had no rest, no peace and no joy. He felt guilty for his errant words. Errant words എന്ന് വെച്ചാൽ തെറ്റായ വാക്കുകൾ. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യത്തെ ഓർത്തിട്ടാണ് അവിടെ ദൈവത്തോട് ക്ഷമ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, what did Father Gilligan do after he woke up from his sleep? അപ്പോൾ അത് കഴിഞ്ഞ് ഉറങ്ങിപ്പോകുന്നുണ്ട്. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ അയാൾ ചെയ്യുന്നത് എന്താണ്? He roused his horse and carelessly rode to the poor man's house. Roused എന്ന് വെച്ചാൽ ഉണർത്തി, അല്ലേ? അപ്പോൾ അതിരാവിലെ ഉണർന്നപ്പോൾ ഉറങ്ങുകയായിരുന്ന ഈ ഒരു കുതിരയും ഒക്കെ എണീപ്പിച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. സ്വന്തം സുരക്ഷ പോലും നോക്കാതെ വളരെ കെയർലെസ് ആയിട്ടാണ് അയാൾ കുതിരയെ ഓടിച്ചു പോയത്. കാരണം ഒരു കാര്യം മാത്രമേ, ഒരു കാര്യം മാത്രമേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടെ എത്തി അയാൾക്ക് വേണ്ട അന്ത്യ ശുശ്രൂഷ അത് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഫാദർ ഗില്ലിഗൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. He roused his horse and carelessly rode, ride എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, rode to the poor man's house. അടുത്ത ചോദ്യം, ഇനിയിപ്പോൾ നിങ്ങളുടെ കമൻറ്റ് സ്ക്രീനിൽ വരാനുള്ള മത്സരമാണോ? അടുത്ത ചോദ്യം, why did Peter Gilligan ride as he never rode? Why did he ride like that? എന്തുകൊണ്ടാണ് അങ്ങനെ ഓടിച്ചത്? He realized that he hadn't done his priestly duties to the sick man. So he wanted to reach the sick man's house as early as he could. He wanted to reach as early as possible to the sick man's house. Otherwise, it will be a mistake from his part not to give the last communion to the dying man. അപ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട ആ ഒരു അവസാനത്തെ ആ ഒരു ശുശ്രൂഷ അത് ചെയ്യാൻ കഴിയാതെ വരുമോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ് അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഓടിച്ചത്. അപ്പോൾ ആ രീതിയിൽ തന്നെ സെൻറ്റൻസ് ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുക. അടുത്ത ചോദ്യം, where did the father ride through? He rode through rocky lane and fen. അടുത്ത ചോദ്യം, why did the priest ride his horse with little care? Little care എന്ന് വെച്ചാൽ no care, ഒരു കെയറുമില്ലാതെ വളരെ അശ്രദ്ധമായി സ്വന്തം സുരക്ഷ പോലും നോക്കാതെ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി ഒരു പോക്കാണ്. എന്താണ് അങ്ങനെ ചെയ്തത്? എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ അത് നമ്മൾ ഈ സെൻറ്റൻസ് ഒന്ന് പഠിച്ചു വെക്കുക. The priest was in a hurry to reach the sick man's house after he woke up from his sleep. അടുത്ത ചോദ്യം, what feeling did the sick man's wife have when she saw the priest at her door? What was the feeling of sick man's wife? ആ രോഗിയായ മനുഷ്യൻ്റെ ഭാര്യയുടെ ഒരു ഫീലിംഗ് എന്തായിരുന്നു ഈ പ്രീസ്റ്റിനെ കണ്ടപ്പോൾ? The sick man's wife was surprised to see the priest again at her door. അപ്പോൾ അവരവിടെ വളരെ സർപ്രൈസ്ഡ് ആണ്, വീണ്ടും അയാളെ കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. ആ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. Identify the poetic devices employed in the line, the old priest Peter Gilligan. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്താണ്, പിന്നെ അവിടെയുള്ള താഴ്വരകളും കുന്നുകളും മലകളും ഒക്കെയാണ്. അപ്പോൾ ഇതൊരു ഐറിഷ് കൺട്രി സൈഡിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ഇതൊക്കെയാണ് ലൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് എംപ്ലോയ്ഡ് ഇൻ ദ ലൈൻ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്താണ്? അപ്പോൾ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. അപ്പോൾ പ്രീസ്റ്റ്, അപ്പോൾ പി ആണ്. അപ്പോൾ ഇവിടെ ഒരു അല്ലിട്രേഷനാണ്. ഇവിടെ
ഇവിടെ വന്നിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് അലിട്രേഷനാണ്. വൈ ഡിഡ് ദ ഫാദർ ഫീൽ സാഡ്? ദ പ്രീസ്റ്റ് ഫെൽറ്റ് സാഡ് because he understood that he failed to give the last prayers to the sick man. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? എന്തുകൊണ്ടാണ് അയാൾ ദുഃഖിതനായത് എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ദുഃഖിതനാവാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഹി ഫെയിൽഡ് ഇൻ ഹിസ് ഡ്യൂട്ടി. അപ്പോൾ ഒരു പുരോഹിതന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഒരു മരിക്കാൻ പോകുന്ന ആളുടെ കൺഫെഷൻ കേൾക്കുക, അയാൾക്ക് എന്താണ് ലാസ്റ്റ് റൈറ്റ്സ്, അയാൾക്ക് അന്ത്യകൂദാശ കൊടുക്കുക എന്നുള്ളത് ഒരു പുരോഹിതന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് അത്തരത്തിൽ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് മരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും സ്വർഗം ലഭിക്കുമെന്നാണ് ക്രിസ്ത്യൻ കൺസെപ്റ്റ്. അപ്പോൾ അതിൽ വീഴ്ച വരുത്തിയാൽ അത് വലിയൊരു തെറ്റാകും എന്നതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെയൊരു വിഷമം തോന്നിയത്. അതെ, ഓക്കെ. അടുത്ത ചോദ്യം, വാട്ട് ഹാഡ് ഹാപ്പൻഡ് വൈൽ ദ ഫാദർ സ്ലെപ്റ്റ് ഇൻ ദി ചെയർ? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? വെൻ ഹി വാസ് സ്ലീപ്പിംഗ് ഇൻ ദി ചെയർ ദ സിക്ക് മാൻ ഡൈഡ്. ആ സമയത്താണ് ആ മനുഷ്യൻ മരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ഗിവൺ ലൈൻസ്. ഓക്കെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിമിലി അതായത് ഉപമ ഏതാണ്? അപ്പോൾ ഈ പോയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉപമയാണ് ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. ഓക്കെ, അപ്പോൾ ഒരു പക്ഷിയെ പോലെ വളരെ സന്തോഷത്തോടെ അല്ലേ ചിരിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചത് എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഹി ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. ഹിയർ ദ ഡൈയിങ് മാൻ ഈസ് കമ്പയർഡ് ടു എ ബേർഡ്. അപ്പോൾ ഹിയർ ദ കമ്പാരിസൺ ഈസ് മെയ്ഡ് യൂസിങ് ദ വേർഡ് ആസ്. അപ്പോൾ സിമിലി നിങ്ങൾക്കറിയാം, ആസ് അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിച്ചൊരു കമ്പാരിസൺ നടത്തുന്നത് തന്നെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ ലൈൻ ഹി ഹൂ ഈസ് റാപ്ഡ് ഇൻ പർപ്പിൾ റോബ്സ് വിത്ത് പ്ലാനറ്റ്സ് ഇൻ ഹിസ് ഹെയർ. ഹി ഹൂ ഈസ് റാപ്ഡ് ഇൻ പർപ്പിൾ റോബ്സ് റെഫർ ടു ഡാഷ്. ഇറ്റ് റെഫേഴ്സ് ടു ഗോഡ്. അപ്പോൾ ദൈവത്തെയാണ് ഇവിടെ ഈ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ ഹിസ് കെയർ, ഹൂ എന്നൊക്കെ ഇവിടെ ചേർത്തിരിക്കുന്ന ആ ഒരു വ്യക്തി ദൈവത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹി ഹൂ ഈസ് റാപ്ഡ് ഇൻ പർപ്പിൾ റോബ് റെഫേഴ്സ് ടു ഗോഡ് ഹൂ ടേക്സ് കെയർ ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ്. ഓക്കെ, ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് കഴിഞ്ഞു. ഇത് അടുത്ത രണ്ടാമത്തെ പോയമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ലൈൻ ഗീവ്സ് us the idea that God had made the night for the troubled humanity. അപ്പോൾ ഏത് വരിയാണ്? അപ്പോൾ ഇവിടെ ലൈൻസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ലൈൻസ് തന്നെ എടുത്ത് എഴുതാം. പിക്ക് ഔട്ട് ദ ലൈൻസ് എന്നോ അല്ലെങ്കിൽ വിച്ച് ലൈൻ ഗീവ്സ് ദ ഐഡിയ എന്നൊക്കെ പറഞ്ഞു വരുന്ന ചോദ്യത്തിന് ആ പോയത്തിലെ വരികൾ തന്നെ നമുക്ക് എടുത്തെഴുതാവുന്നതാണ്. അപ്പോൾ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് എന്താണ് തൻ്റെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങണം. എന്നാൽ മാത്രമേ പിറ്റേ ദിവസം സന്തോഷത്തോടെ റിഫ്രഷ്ഡ് ആയിട്ട് എണീക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം ഈ രാത്രിയെ ദൈവം അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഇരുട്ടുകൊണ്ട് ലോകത്തെ മൂടുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഗോഡ് ഹാഡ് മെയ്ഡ് ദ നൈറ്റ് ഫോർ ട്രബിൾഡ് ഹ്യൂമാനിറ്റി. ഏത് വരിയാണ് ഈ കാര്യം പറയുന്നത്? ഹി ഹൂ ഹാത്ത് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ് ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ്. ക്ഷീണിതരും ദുഃഖിതരുമായിട്ടുള്ള ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൈറ്റ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ട് ഡിഡ് ഹി ഡു ഫോർ ഫാദർ ഗില്ലിഗൻ? ഫാദർ ഗില്ലിഗന് വേണ്ടിയിട്ട് ദൈവം ഇവിടെ എന്താണ് ചെയ്തത്? ഗോഡ് ഇൻ്റർഫിയർഡ് ഇൻ ദിസ് സിറ്റുവേഷൻ. അല്ലേ, ദൈവം ഇവിടെ ഇടപെട്ടു. ഫാദർ ഗില്ലിഗന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സിക്ക് മാൻ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ദൈവം ഇവിടെ ഇടപെട്ടു. ഹി സെൻറ്റ് വൺ ഓഫ് ഹിസ് ഏഞ്ചൽസ് ടു ഡു ഫാദർ ഗില്ലിഗൻസ് പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ്. അപ്പോൾ ഫാദർ ഗില്ലിഗന് പകരം അയാളുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ ഗില്ലിഗൻ്റെ രൂപത്തിൽ അവിടെ ഒരു മാലാഖയെ ദൈവം അയച്ചു എന്നാണ് പറയുന്നത്. God sent one of his great angels to do Father Gilligan's priestly duties. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ നിന്ന് പഠിക്കേണ്ടത്.
ഇവിടെ 21 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ നോക്കണം. ഇത് ഞാൻ ഇന്ന് നമ്മുടെ ഈ SSLC 2021 എന്നുള്ള ആ ഒരു ഫയൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ കിട്ടും. ഇനി ഈ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ കൂടി നോക്കാം. ഇത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലൈൻസൊക്കെ വിട്ടുവിട്ടൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആശയം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. The Ballad of Father Gilligan is a touching narrative poem written by the Irish poet W.B. Yeats. Okay അല്ലേ? The poem is composed in the form of a ballad. ഇതൊരു ബാലഡ് രൂപത്തിലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. The poem is about a priest, Father Gilligan, who rendered selfless service to the poor and needy in his parish. അപ്പോൾ ഒരു തൻ്റെ പാരിഷിൽ അല്ലെ തൻ്റെ ഇടവകയിലുള്ള ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫാദർ ഗില്ലിഗൻ. വളരെ ആത്മാർത്ഥതയും അതുപോലെ ദൈവഭയവുമുള്ള ഒരു പ്രീസ്റ്റാണ് ഫാദർ ഗില്ലിഗൻ. The old priest, Father Gilligan, was in charge of a parish. ഒരു ഇടവകയുടെ ചാർജ് അയാൾക്കുണ്ടായിരുന്നു. There was an epidemic in his area. Almost half of his parishioners were either sick or dead. Epidemic എന്ന് വെച്ചാൽ പകർച്ചവ്യാധി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു പ്രത്യേക പകർച്ചവ്യാധി വന്ന് ആളുകളൊക്കെ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. The priest was tired of doing his priestly duties. One day, after the day's busy schedule, while he was sitting in his chair, a poor man sent for him. അങ്ങനെ ഒരു ദിവസം അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആള് അവിടെ വന്ന് പ്രീസ്റ്റിനോട് പറയുകയാണ്, ഏതോ ഒരു വ്യക്തി ഇങ്ങനെ മരിക്കാനായി കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് അവിടേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം അദ്ദേഹത്തിന് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. The priest started complaining that he had no rest or joy. Suddenly, he realized his mistake and asked for God's forgiveness. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോന്നി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു പ്രീസ്റ്റ് ഒരിക്കലും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ദൈവത്തോട് പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ താൻ പറഞ്ഞത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടത് തെറ്റായിപ്പോയി എന്നുള്ളൊരു ചിന്ത അയാൾക്കുണ്ടായി. അതുകൊണ്ട് he corrected it by asking forgiveness from God. He knelt and begged to God for forgiveness, and in the prayer he fell asleep leaning over his chair. He woke up only in the following morning at the time of sparrow chirp. അങ്ങനെ കുറേ ദിവസത്തെ ഉറക്കം ബാക്കിയുള്ളത് കൊണ്ടും ക്ഷീണിതനായതുകൊണ്ടും ആ ഇരുന്ന ഇരിപ്പിൽ ഉറങ്ങിപ്പോയി. സമയം പോയത് അയാൾ അറിഞ്ഞില്ല. പ്രകൃതിയിലെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് ആ കവിതയിൽ പറയുന്നുണ്ട്. ഇരുട്ടായി, അങ്ങനെ മോത്തവർ കഴിഞ്ഞു, ഇരുട്ടായി, രാത്രിയായി, നക്ഷത്രങ്ങൾ വരാൻ തുടങ്ങി, നേരം വെളുക്കാനാകുമ്പോൾ ഉള്ള ആ ഒരു ഇളം കാറ്റ് വന്നു. അപ്പോഴൊക്കെ ഈ പ്രീസ്റ്റ് he was sleeping on his chair and he woke up only in the morning at the time of sparrow chirp. Then he realized that he failed to do his priestly duties. അപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഞെട്ടിയാണ് എഴുന്നേറ്റത്. കാരണം താൻ ചെയ്യേണ്ട ഡ്യൂട്ടി, ആ വീട്ടിൽ പോകേണ്ടതായിരുന്നു, ആ മനുഷ്യന് അവസാനത്തെ ആ ഒരു അന്ത്യകൂദാശ നൽകേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. വലിയൊരു വീഴ്ചയാണ് ആ ഒരു ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ദുഃഖത്തിലാണ് ചാടി എഴുന്നേൽക്കുന്നത്. He was so within no time, വളരെ പെട്ടെന്ന് തന്നെ, he roused his horse and went to the sick man's house. He feels very guilty and rushes to right the wrong he thinks he has committed. അപ്പോൾ അയാൾ ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് അയാൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയി. When he arrives at the sick man's door, he finds he is too late. He is filled with grief and remorse. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് the man is dead. And so he was filled with grief and remorse. അല്ലെ, സങ്കടവും കുറ്റബോധവും ഒക്കെ അയാളുടെ മനസ്സിൽ ഉണ്ടായി. The sick man's wife informed him that the man died as merry as a bird immediately after the priest left him. അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോയതിന് ശേഷം വളരെ സന്തോഷത്തോടെ അയാൾ മരിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വന്നത് എന്നാണ് ചോദിച്ചത്. അത് കേട്ടപ്പോഴാണ് ഫാദർ ഗില്ലിഗന് മനസ്സിലായത് എന്തോ ഒരു അത്ഭുതം ഇവിടെ നടന്നിരിക്കുന്നു. On hearing this, Father Gilligan understood that God had sent one of his angels to help him to do his duty. Father praised God for showing his benevolence. Benevolence എന്ന് വെച്ചാൽ സ്നേഹം.
അപ്പോൾ സ്നേഹം, കരുണ, അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയൊക്കെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. He expressed his gratitude to the merciful God. Thus the poem beautifully narrates the story of God's timely intervention in the life of a poor priest. അപ്പോൾ യഥാസമയത്ത് ദൈവം ഇടപെട്ട ഒരു കഥയാണ് ഇവിടെ ഒരു പാവപ്പെട്ട ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ. ദ പോയം, ഇനി അടുത്തൊരു പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാം. ഈ പോയത്തിലുള്ള മറ്റ് പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് എഴുതാം. The poem is rich in imagery. The green swords, rocky lane, moth hour, etc. ഇതൊക്കെ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ് ആണ്. Some of the visual images. The sparrow chirp and the wind that shook the leaves are examples of auditory images in the poem. The stars began to peep is an instance of personification. അപ്പോൾ ഈ വരി personification ഉദാഹരണമാണ്. The poetic device simile can be seen in the line, the man died as merry as a bird. വളരെ പ്രധാനപ്പെട്ടതാണ്, സിമിലിക്ക് ഉദാഹരണമാണ്. The use of alliteration also adds beauty to the poem. The ballad also tells us about the mercy of God to his devotees. This ballad teaches us that God has mercy on everyone. ദൈവത്തിന് എല്ലാവരോടും ദയയും കരുണയുമാണെന്ന് ഈ പോയം നമ്മളെ പഠിപ്പിക്കുന്നു. Even those who feel they have failed him. The poem follows the strict rhyme scheme ABCB. ഈ പോയം കൃത്യമായിട്ട് ABCB എന്ന് പറയുന്ന റൈം സ്കീം പാലിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയാനുള്ളത്. ഈ പോയത്തിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക, അതിൻ്റെ ആൻസേഴ്സ് പഠിക്കുക, അതുപോലെ തന്നെ ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ വായിച്ച് പഠിക്കുക. ഇനി ഇത് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ A+ കുട്ടികൾ തീർച്ചയായിട്ടും ഇത് തന്നെ എഴുതണം. അല്ലാത്ത കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു പാരഗ്രാഫായിട്ടുള്ള 2 പോയത്തിൻ്റെയും സമ്മറി ഒരു 10 സെൻറ്റൻസിനുണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരെണ്ണം ഉണ്ട്. അതും ആവശ്യമുള്ള ആളുകൾ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക. എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. എൻ്റെ നമ്പർ നിങ്ങൾക്കിപ്പോൾ അറിയായിരിക്കും. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നമ്മുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ, ഇൻസ്റ്റഗ്രാം എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 2 പോയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ 2 പോയവും കൃത്യമായിട്ട് പഠിക്കുക, ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക, 2 പോയത്തിൻ്റെ അപ്രീസിയേഷൻ പഠിക്കുക, തെറ്റാതെ എഴുതുക. ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കാരണം ഫോക്കസ് ഏരിയയിൽ 2 പോയമേ ഉള്ളൂ. 2 പോയത്തിൽ നിന്നും വരികൾ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസും അപ്രീസിയേഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യനും ഉണ്ടാകും. പഠിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 3 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ റിൻഷാദ് ഇവിടെ ചോദിച്ചിരിക്കുന്നു, ക്യാരക്ടർ സ്കെച്ച് ബോയ് ആൻഡ് ഗ്രാൻഡ് ഫാദർ ഇവരുടെ ക്യാരക്ടർ സ്കെച്ച് തരുമോ? ഇവരുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ചെയ്തതിലില്ല. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് തരാം. നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നോക്കട്ടെ, ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് അയച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ എഴുതി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ 2 പോയവും നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് കിട്ടിയൊരവസരം വേറെ ആർക്കും കിട്ടാത്തൊരവസരമാണ്. പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് പരീക്ഷ എഴുതിയവർക്കൊന്നും കിട്ടാത്ത ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും മുതലാക്കുക. അപ്പോൾ ഈ പോയത്തിലെ വരികൾ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസും അപ്രീസിയേഷനും ഒക്കെ സെറ്റാണ്. റിൻഷാദിനൊക്കെ സെറ്റാണ്. ഓക്കെ, വെരി ഗുഡ്. ഈ 2 പോയമാണ്. നിങ്ങളതൊന്ന് ശരിക്കും നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി എടുത്ത് കാണുകയോ അല്ലെങ്കിൽ ആ ഒരു നോട്ട്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക്, ആ ലിങ്കിലുള്ള വീഡിയോ കാണുകയോ ഒക്കെ ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലാക്കുക. 2 പോയവും നല്ല പോയമാണ്. ഒരു നല്ല എന്താ പറയുക, ഇഷ്ടംപോലെ പോയറ്റിക് ഡിവൈസസും അതുപോലെ ഇമേജസും കൃത്യമായ റൈം സ്കീമൊക്കെയുള്ള പോയമാണ്. ബാക്കിയുള്ള പോയംസിനൊന്നും ഒരു കൃത്യമായ റൈം സ്കീമില്ല. പക്ഷേ ഈ 2 പോയത്തിന് കൃത്യമായ റൈം സ്കീമും റൈമിങ് വേർഡ്സൊക്കെ ഉള്ള പോയംസാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മുടെ 7ാമത്തെ ക്ലാസ്സാണ് ഇന്ന് കഴിഞ്ഞത്. ഇനി ഒരു 3 ക്ലാസ് കൂടി നമ്മൾ A+ കുട്ടികൾക്ക് വേണ്ടി ചെയ്യും. അതിനുശേഷം നമ്മൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുറച്ച് ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്, അവർക്കൊരു ക്ലാസ് അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. മിനിമം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, മിനിമം D+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങളെ കൂടെ പഠിക്കുന്ന പരീക്ഷയ്ക്ക് ജയിക്കുമോ എന്നൊക്കെ പേടിയൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ആ വിവരം ഒന്ന് പറയുക. നിങ്ങൾക്കും ഇംഗ്ലീഷ് പരീക്ഷ ആർക്കും പാസ്സാവാം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്യുന്നുണ്ട്. അത് അടുത്ത ദിവസം ചെയ്യും. അതിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ പാസ്സായിരിക്കും. ഗ്യാരണ്ടി 100%. ഓക്കെ,
അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. അടുത്ത ദിവസം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് അപ്പോൾ പാഠങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്നുള്ളതിൽ ഒരു 5-6 ആക്ടിവിറ്റീസ് കൂടി നമ്മൾ ഒന്ന് നോക്കാനുണ്ട്. ഇനി വരാൻ പോകുന്ന വീഡിയോകൾ അതായത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന പാഠത്തിലെ ഒരു 6 ഡിസ്കോഴ്സസ് പഠിക്കണം. അതിനുശേഷം നമ്മൾ പല എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റുകാർ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒന്ന് കാണിച്ചുകൊണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഒരു ക്ലാസ്. അപ്പോൾ 8ാമത്തെ ക്ലാസ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ 9ഉം 10ഉം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, 9 മണിക്കാണ് നമ്മൾ സാധാരണ തുടങ്ങുന്നത്. നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് നിങ്ങളൊക്കെ ഫ്രീ ആയതുകൊണ്ടും നമുക്ക് വേണമെങ്കിൽ പകൽ സമയത്ത് വേണമെങ്കിൽ ലൈവായിട്ട് ചെയ്യാം. നാളെ മുതൽ നിങ്ങൾ ധാരാളം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ യൂട്യൂബിലെ സബ്സ്ക്രിപ്ഷൻ പേജിൽ തന്നെ വരും. അപ്പോൾ കുറേ വീഡിയോസ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ശനി ഞായർ കൊണ്ട് നമ്മുടെ മൊത്തം ഏരിയ തീർത്ത് കംപ്ലീറ്റ് ആക്കി പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞായറാഴ്ച കൊണ്ട് നമ്മുടെ എല്ലാ പാഠങ്ങളും തീരും. ഞായറാഴ്ച നാളെയും മറ്റന്നാളും കൊണ്ട് എല്ലാ പാഠങ്ങളും തീർക്കും. അതിനുശേഷം പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എൻ്റെ നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് കുറേ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ കിട്ടും. അതിൽ SSLC സ്പെഷ്യൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻവൈറ്റ് ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കാം. അതിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ തരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സ്ക്രീനിൽ വരും. നിങ്ങൾ വേണ്ടവരെന്ത് ചെയ്യുക, ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ സപ്പോർട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. സമയം കിട്ടുന്നത് പോലെ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് തിരക്കിലായി പോകും. പക്ഷേ നിങ്ങൾക്ക് ഓരോ ദിവസത്തേക്കുള്ള വീഡിയോ കുറച്ചെണ്ണം ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുക, അവരോടും ഷെയർ ചെയ്യാൻ പറയുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. Okay, so that's all for today. I'll see you in the next class. Thanks for watching and have a nice time.